ഇപ്പോൾ മലയാളി സമാജം പ്രതിനിധി രഘുനാഥ് നായർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രഘുനാഥ്, താങ്കൾ ഇപ്പോൾ ഉള്ളത് പൻവേൽ സ്റ്റേഷനിലാണോ? അവിടെ ഇപ്പോൾ രഘുനാഥ് നായർ ഇപ്പോൾ പനവേൽ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. കുട്ടികളുടെ ലൊക്കേഷൻ കിട്ടിയതനുസരിച്ച് ഞങ്ങൾ പനവേൽ വെയിറ്റ് ചെയ്യുകയാണ്. ഈ പെൺകുട്ടികളുടെ കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, അസ്ലാം. അവർ തങ്ങളിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് തെറ്റി പയ്യൻ നാട്ടിലേക്ക് പോയി ദാദർ തിരുനെൽവേലി വണ്ടിയിൽ ദാദറിൽ നിന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ ആ വണ്ടി മുഴുവൻ കയറിയിട്ട് പയ്യന്റെ ഫോട്ടോ എല്ലാം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഞങ്ങൾ ഫോൺ ചെയ്തപ്പോൾ ആൾ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്, പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത്. അതുകൊണ്ട് ഈ പയ്യനെ പിടിക്കാൻ പറ്റിയില്ല. ഈ പെൺകുട്ടികൾ പയ്യനുമായിട്ട് സംസാരിച്ചതിന് ശേഷം അറിയാൻ പറ്റി ഇവരെ പനവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അത് പ്രകാരം ഞങ്ങൾ റെയിൽവേ യാത്രാ സഹായ വേദിക്കാരും സ്വാതന്ത്ര്യതീരം എൻജിഒക്കാരും പനവേൽ മലയാളി സമാജക്കാരും കൂടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, നേരത്തെ നമ്മൾ അവിടുത്തെ പോലീസുകാരുമൊക്കെ ആയി സംസാരിച്ചപ്പോൾ ഈ 11:30-ക്കുള്ള ഒരു സബർബൻ ട്രെയിൻ ഉണ്ട്, അതിലായിരിക്കും CSTയിൽ നിന്ന് ഇങ്ങോട്ട് പൻവേലിലേക്ക് യാത്ര ചെയ്തേക്കാം എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചത്. അതിപ്പോൾ എത്ര മണിയോടുകൂടി പൻവേലിൽ എത്തിച്ചേരും? അവരിപ്പോ ഒരു 20 മിനിറ്റ് അവിടെ എത്തണമെന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞതിന് പ്രകാരം ഉള്ളത്. അപ്പൊ ഇനി വരുന്ന വണ്ടികളെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു 12:30-ക്ക് ശേഷം അല്ലെങ്കിൽ ഇപ്പോഴെത്തുന്ന ട്രെയിനുകളിലൊക്കെ നിങ്ങൾ അവിടെ പരിശോധന നടത്തുന്നുണ്ടല്ലേ? ഉണ്ട്. എല്ലാ സ്ഥലത്തും ആൾക്കാർ നിൽപ്പുണ്ട്. പോലീസ് വണ്ടി വന്നിട്ടുണ്ട്, അതൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഞങ്ങൾ. ഓക്കെ, പോലീസുകാരും മുംബൈ പോലീസ് അടക്കമുള്ളവർ നിങ്ങളുടെ കൂടെ ഇല്ലേ അവിടെ പരിശോധനയ്ക്കായി? അവിടെ RPF പോലീസും ഒക്കെ ഉണ്ട് സ്ഥലത്ത്. പക്ഷേ ഞങ്ങൾ മലയാളി സമാജക്കാരുണ്ട്, യാത്രാ സഹായ വേദിക്കാരുണ്ട്, എല്ലാം ഒരുപാട് പേർക്ക് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഈ കുട്ടികളെ വെയിറ്റ് ചെയ്യുക. നേരത്തെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ റഹീം അസ്ലമിനെ വിളിച്ചപ്പോൾ അവർ 11:43-ന് റഹീം അസ്ലമിനെ വിളിച്ചു എന്ന് നമുക്ക് നമ്മുടെ മുംബൈ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ CSTയിൽ നിന്ന് പൻവേലിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ എന്നാണ് കുട്ടികൾ നമ്മളുടെ റഹീം അസ്ലമിനോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അവിടെ ഈ തുടരുകയാണ് ഈ കുട്ടികളെ കാത്ത് റെയിൽവേ ഇനി വരുന്ന ട്രെയിനുകളിലൊക്കെ പരിശോധന നടത്താനായി അല്ലേ? ഓക്കെ, അവിടുത്തെ മുംബൈ മലയാളി സമാജം പ്രതിനിധിയാണ് രഘുനാഥ്. അദ്ദേഹമാണ് നമുക്ക് അവിടെ മലയാളി സമാജത്തിന്റെ പ്രതിനിധികൾ അടക്കമുള്ള മലയാളികൾ ഒരുപാട് പേർ അവിടെ ഈ ട്രെയിനിൽ ഈ കുട്ടികളെ കാത്ത് പരിശോധനയ്ക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെയുള്ള വിവരം അനുസരിച്ച് ഈ കുട്ടികൾ പൻവേലിലേക്കുള്ള യാത്രയിലാണ്. 11:43-ന് റഹീം അസ്ലമിനെ വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങനെ CSTയിൽ നിന്ന് തങ്ങൾ പൻവേലിലേക്കുള്ള യാത്രയിലാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മലയാളികൾ അടക്കമുള്ള വലിയൊരു സംഘം, പോലീസ് ഉൾപ്പെടെയുള്ള സംഘം പൻവേലിൽ അവർക്കായി പരിശോധനയ്ക്കായി സജ്ജമായിട്ടുണ്ട്. ട്രെയിൻ അല്പസമയത്തിനകം 20 മിനിറ്റിനകം അവിടെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ രഘുനാഥ് നമ്മളോട് പറഞ്ഞത്. ശ്രീനാഥ് ചന്ദ്രൻ തുടരുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ശ്രീനാഥ്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവിടെ മലയാളികൾ അടക്കമുള്ള ഒരു സംഘം പരിശോധനയ്ക്ക് സജ്ജമായി നിൽക്കുകയാണ്, ഈ കുട്ടികളെ കണ്ടെത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി നിൽക്കുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ സലോണിൽ ഇവർ 10,500 രൂപ നൽകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ അടുത്ത് ഒരുപാട് പണം ഉണ്ടായിരുന്നു, അങ്ങനെയല്ല നമുക്ക് മനസ്സിലാക്കുന്നു. ഈ പണത്തിന്റെ സ്രോതസ് ഇത് എവിടെ നിന്ന് ഇവർ പിൻവലിച്ചു? അല്ലെ ATM കയറിയാണോ ഇവർ ഈ പണം എടുത്തുന്നത്? ഇവർക്ക് ഈ പണം എവിടെ നിന്ന് ലഭിച്ചു? അല്ലെങ്കിൽ കൃത്യമായി ഇവർ മുംബൈയിൽ എത്തി, ഇവർ കൃത്യമായ ഒരു ദിശാബോധമുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇപ്പോൾ CSTയിൽ നിന്ന് പൻവേലിലേക്ക് എങ്ങനെ പോകാം എന്നൊക്കെ ഇവർ തീരുമാനിക്കണമെങ്കിൽ അവർക്ക് അവിടെ ഒരു സഹായി ആരെങ്കിലും ഉണ്ടാകും എന്നാണോ കരുതുന്നത്? മുംബൈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശ്രീനാഥ്? കുട്ടികളുടെ കൂടെ ഒപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ ആരെയും ഈ റഹീം അസ്ലമിന്റെ സാന്നിധ്യം അല്ലാതെ മറ്റാരുടെയെങ്കിലും സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന തരത്തിൽ യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല.